ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സോഫ കവറാണ്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന സോഫ കവേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റോർ തുടങ്ങിയ ആ സമയത്ത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സൂത്രമാട്ടോ. എല്ലാവർക്കും അതായത് ഈ സാധനം ഇഷ്ടമാണ്, അതാണ് അതിന്റെ കാര്യം കേട്ടോ. ഇത് കണ്ടോ, അന്ന് കൊടുത്ത ആൾക്കാർ തന്നെയാണ് ഇത് ചോദിച്ചത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട്, ഇത് ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇത് ഇരിക്കുന്ന സൈഡിലുണ്ട്, ചാരുന്ന സൈഡിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല വൈറ്റ് കളറിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് കളേഴ്സ് ഉള്ള പൂക്കൾ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ചാരുന്ന സൈഡാണ്. അതേപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലത്തുള്ളതാണ് കേട്ടോ ഇത്. അപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ 4 സൈഡിൽ ഹെമ്മിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ട്. ഇനിയുള്ളത് അടുപ്പിച്ച് നമ്മൾ കാണുമ്പോൾ അതിന്റെ പൂക്കളുടെ ഭംഗി കണ്ട് നല്ലതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതായത് ഒരു പീസിനകത്ത്, ഒരു ഫുൾ സെറ്റിനകത്ത് ഒരു 10 പീസ് കാണും കേട്ടോ. ഇരിക്കുന്ന സൈഡില്, ചാരുന്ന സൈഡില്, പിന്നെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത്, ഇത് ചാരുന്ന സ്ഥലത്ത്, പിന്നെയും ഇരിക്കുന്ന സ്ഥലത്ത്, ചാരുന്ന സ്ഥലത്ത്. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇതെന്താ കളിക്കുവാണോ എന്ന് കേട്ടോ. അല്ല, ആക്ച്വലി ഇത് ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഇനിയുള്ള ചെറിയ സൈഡ് ടേബിൾ, അതായത് നമുക്കൊരു 48x48 ഇഞ്ചസ് എന്ന് പറയുന്ന ഒരു സൈഡ് ടേബിൾ ഉണ്ട്. പല വീടുകളിലും ആ സൈഡ് ടേബിൾ വളരെ ആവശ്യമുള്ള ഒരു സൈഡ് ടേബിൾ ആണ്. അത് നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാനിരിക്കുന്ന ടേബിള്, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ഡയറി എഴുതുന്ന സ്ഥലത്ത്, നമ്മൾ എല്ലാ ദിവസവും ഡയറി ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. അവരവരുടെ ആ ടേബിളൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള 2-3 പേരെയൊക്കെ എനിക്കറിയാം. പക്ഷെ ഡയറിയിൽ എന്താ എഴുതുന്നതെന്നോ നമുക്കറിയത്തില്ല. പക്ഷെ ഡയറി എഴുതുന്ന സ്വഭാവം നല്ലതാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് അത് എഴുതാൻ മാത്രം ഒന്നും ഇല്ലെന്നേ. അപ്പൊ നല്ല രസം, ഒത്തിരി ഉണ്ട്, പക്ഷെ എഴുതാൻ സമയമില്ല. പിന്നെ അതൊക്കെ മറന്നു പോകും. പിന്നെ ഇതുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ടേബിൾ ക്ലോത്ത് ആണ്. നല്ല എന്ത് രസമാണെന്ന് നോക്കി പൂക്കൾ കാണാന്. പൂക്കള് നല്ലൊരു എന്താ പറയുന്നത്, ഇവൻ തിരിഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രസത്തിലുള്ള നല്ല ഒരു ബേർഡ് ഡിസൈൻ ആയിട്ട് റൗണ്ടിൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഇതാട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് ഈ സെന്ററിൽ വേണമെങ്കിൽ ഇല്ലേ, ഒരു റൗണ്ട് ആയിട്ടുള്ള കുഞ്ഞൊരു സെന്ററിൽ ഒരു ഓറഞ്ച് കളറോ മഞ്ഞ കളറോ മാറ്റും കൂടി ഇട്ട അടിപൊളിയായിരിക്കും കേട്ടോ. അതും നമ്മുടെ കയ്യിൽ അവൈലബിളാ. അത് ഇത് കാണിച്ചപ്പോഴാണ് ഞാൻ ഓർത്തേ. ഇനി നിങ്ങൾക്കെല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാറ്റിൻ കോട്ടൺ ബെഡ്ഷീറ്റ് ഫുള്ളായിട്ട് എംബ്രോയിഡറി ചെയ്ത, അതായത് മുട്ടിന്റെ താഴെയാണ് ഈ എംബ്രോയിഡറി വരുന്നത്. അത് കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഞാൻ പല കളേഴ്സ് ഇതുണ്ടോ, എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ്. ഇത് ഭയങ്കര വിലയുള്ള ഷീറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ മാഗ്നിസ്കേപ്സിൽ ഇതിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇതുള്ളത് കേട്ടോ. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഇത് ഒരു കുഞ്ഞിപ്പൂവോ, ഒരു ചെറിയ പൂവോ, ഒരു ചെറിയ ഇല, അതായത് ഫുള്ളി ടോട്ടലി എംബ്രോയിഡറി ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ട്. ഇതുണ്ട്, ഇതെന്റെ മുകളിലോട്ടുള്ള ഭാഗം ഇതുപോലെയാ. അതായത് ഫുള്ളായിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കാണാന്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനിയുള്ളത് നമ്മുടെ ക്യൂൺ സൈസിലും കിങ് സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ. ഇപ്പൊ മഴയാകുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ലൈറ്റ് വെയിറ്റ് ഇഷ്ടമാകും, പക്ഷെ തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റും വേറെ ആൾക്കാർ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. അപ്പൊ ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. ഈ ഷീറ്റ് അടിപൊളിയാട്ടോ. ഇത് ഞാൻ ഫുള്ളായിട്ട്, ഇപ്പൊ നിങ്ങളെ ഇത് പകുതിയായിട്ടാണ് ഇതിനകത്ത് ഞാനിത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനിതിപ്പോ ഫുള്ളായിട്ട് അങ്ങ് വിരിക്കാൻ പോവാട്ടോ. എന്നാൽ അതിന്റെ ആ ഭംഗി കാണാൻ പറ്റത്തുള്ളൂ. ഒരു നല്ലൊരു മസ്റ്റാർഡ് കളർ എന്ന് പറയുന്ന ഒരു കളറില് ഇത് കണ്ടോ, ഞാൻ സെന്റർ പോർഷനിൽ ഇതുപോലെ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ സെന്റർ പോർഷനില്. എന്താല്ലേ കാണിക്കുന്നത്, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്. പക്ഷെ ഷീറ്റ് കാണിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കാണിക്കണ്ടേ. അപ്പൊ അതിന്റെ സൈഡില് ഇതൊരു ഫുൾ ഷീറ്റ് ആട്ടോ. ഇത് കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആണ്. ഇതൊരു ഫുൾ ഷീറ്റ് ആണ്. ഇതുണ്ട്, ഇതിനകത്ത് വൈറ്റ് കളറിലുള്ള പൂക്കള്, പിന്നെ വൈറ്റ് കളറിലുള്ള നല്ല ഒരു കിളിയ, പിന്നെയാണ് സെന്റർ പോർഷനിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ വരുന്നത് കേട്ടോ. നല്ല രസമുള്ള 1000 റുപ്പീസിന് താഴെ വരുന്ന നല്ല കോട്ടൺ ആയിട്ടുള്ള ഷീറ്റാണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ കളർ കേട്ടോ, നല്ല വയലറ്റ് കളർ. നോക്കി എന്ത് രസമാന്ന് നോക്കി, നല്ല വയലറ്റ് കളർ. ഇതിന്റെ ഒക്കെ വില വന്നിട്ട് 1000 റുപ്പീസിന് താഴെ ആയിട്ടുള്ള
ഷീറ്റാണ്. നല്ല രസമായിട്ട് ഇത് കാണാനേ. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. നല്ല രസമായിട്ട് 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് വിടാം കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഭംഗി. അതായത് പില്ലോ കവറിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റ് ഉണ്ടാവുമേ. ഇനി ഇച്ചിരി ഡാൾ കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പക്ഷെ ഈ ഒരു ഷീറ്റിന്റെ പ്രിന്റ് കണ്ടോ, എപ്പോഴും വരുമ്പോൾ ആൾക്കാർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷീറ്റാട്ടോ. അതായത് ഒരു ചെറിയ ഗ്രേ, അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച്, അതിൻ്റെ കൂടെ ഒരു നല്ല ബ്രൗൺ കളറ്, സൈഡ് ബോർഡർ വരുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. സൈഡ് ബോർഡർ എന്ന് പറയുമ്പോൾ ഫുൾ ഷീറ്റ് ആണെന്ന് തന്നെ ഓർക്കുക, അറ്റാച്ച്ഡ് അല്ല കേട്ടോ. നമ്മൾ പ്ലെയിൻ കളർ അല്ല, ഇതുപോലെ തന്നെ വരും. അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇന്നത്തെ ഷീറ്റ്സ് ഒക്കെ നല്ല അടിപൊളിയാട്ടോ. എനിക്ക് തന്നെ നല്ല ഇങ്ങനെ എടുക്കുമ്പം നമുക്കൊരു സന്തോഷം തോന്നണ്ടേ. ഇത് ഞാൻ അതിൻ്റെ അടുത്ത ഷീറ്റ് ഇതാണ്. ഓരോ കളേഴ്സ് ആണല്ലോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റുകളാണ്. എന്നാ രസമാണെന്ന് നോക്കി ഇത് കാണാൻ. അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾ മുഴുവൻ കാണണം കേട്ടോ. ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് എനിക്ക് ഒരു നല്ല സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളേ. ആർക്കെങ്കിലും ഒക്കെ ഷെയറും ചെയ്ത് കൊടുത്താൽ എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ ഒന്നും പറയല്ലേ ടാനിയ എന്നൊക്കെ പറയും, പക്ഷെ ഇതുപോലെയൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ മാഗ്നസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്. ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചെറിയ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന, അയ്യോ ഇങ്ങനെ ചെറുപറമ്പത്ത് റോഡ് വരെ പോകണോ ഞാന്നൊക്കെ ചില ആൾക്കാർക്ക് ഒരു ആഗ്രഹം, ഒരു ഓർമ്മ വെക്കണം. ചെറിയ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ വൈറ്റിലേന്നും കടവന്ത്രയിന്നും MG റോഡിൽ നിന്നൊക്കെ എറണാകുളത്ത് വരുന്ന ആൾക്കാർ നമ്മുടെ ചെറുപറമ്പത്ത് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല റോഡ് തന്നെയാണ് അത് കേട്ടോ. അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു നല്ലൊരു HP വേൾഡിൻ്റെ ഒരു നല്ലൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് തിരിയുന്നത്. അപ്പോൾ അത് നമുക്ക് അകലേന്ന് കാണാൻ പറ്റും. നമ്മുടെ ബോർഡ് കാണാൻ പറ്റില്ല. അപ്പോൾ അകലെ തിരിഞ്ഞ് ആ ചെറുപറമ്പത്ത് റോഡിലോട്ട് കയറിയിട്ട് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ അവിടെ നമ്മുടെ ബോർഡ് വട്ടത്തിൽ ഒരു മാഗ്നസ്കേപ്സ് ഒരു ചെറുതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് വാങ്ങിക്കാനുള്ളവർ ഇവിടെ വരണം. വെബ്സൈറ്റിൽ ഓർഡേഴ്സ് എടുക്കുന്ന ആൾക്കാർ വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ മെയിലാണെങ്കിലും ഒരു മെസ്സേജ് അയക്കുക. അങ്ങനെ തന്നാൽ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഓർഡേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ താഴെ കിടക്കുന്ന നമ്പറിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും അമ്മച്ചിമാർക്കും അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ കാലത്ത് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് മെസ്സേജോ നമ്മളെ വിളിച്ചാൽ നമ്മൾ വേഗം അതിന് റെസ്പോണ്ട് ചെയ്യും. കടയുടെ ടൈമിംഗ് ഉള്ളത് 10 മണി തുടങ്ങി 7 മണി വരെയാണ്. ഞായറാഴ്ച അവധിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ടെൻഷനൊന്നും എടുക്കാതെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.